എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സെക്കൻഡ് സെമിസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ാമത്തെ മൊഡ്യൂൾ ഫൊറിയർ ട്രാൻസ്ഫോംസ്. അപ്പോൾ അതിനകത്ത് എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് നമ്മൾ പഠിച്ചു, എന്താണ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് നമ്മൾ പഠിച്ചു. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ശ്രദ്ധിച്ചിരിക്കണം, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം പഠിച്ചു കഴിഞ്ഞാൽ അതുമായി കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിക്കാവുന്ന ഒരു സംഭവമാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഡിനോട്ട് ചെയ്യുന്നത് എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ്. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് is equal to root of 2 by pi integral 0 to infinity f of x into, നേരത്തെ സൈൻ ട്രാൻസ്ഫോം പഠിച്ചപ്പോൾ സൈൻ ഒമേഗ എക്സ് ആയിരുന്നു, കൊസൈൻ ട്രാൻസ്ഫോം വരുമ്പോൾ എന്ത് വരും, കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയും കൂടെ ഇതിനോട് ചേർത്ത് തന്നെ പഠിക്കുക. ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. സോ ഫൊറിയർ ട്രാൻസ്ഫോമിൽ കൂടെ കിട്ടുന്ന ഉത്തരം നമുക്ക് ഒമേഗയിലുള്ള ഉത്തരമാണ്, ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഉത്തരമാണ്, നമുക്കറിയാം. സോ ഇതിൽ കൂടെ കിട്ടുന്ന ഉത്തരം ഒരു എഫ് സി ഓഫ് ഒമേഗ ആയിട്ട് എടുക്കാം, എഫ് സി ഓഫ് ഒമേഗ. ഓക്കെ, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൽ കൂടെ കിട്ടുന്ന ഉത്തരം ഒമേഗയുടെ ടേംസിലുള്ള ഉത്തരമാണ്. ഇനി ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ഈ എഫ് ഓഫ് എക്സിനെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to infinity. എഫ് ഓഫ് എക്സ് നേരെ പുറത്തേക്ക് വന്നു, എഫ് സി ഓഫ് ഒമേഗ അകത്ത് കയറും അല്ലേ, എഫ് സി ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് മാറ്റി എന്താക്കണം, ഡി ഒമേഗ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻവേഴ്സ് ട്രാൻസ്ഫോംസ് വരുമ്പോൾ നമ്മൾ ഒമേഗ വെച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ്ലി ഫൊറിയർ ട്രാൻസ്ഫോം വരുന്ന കേസിൽ എക്സ് വെച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത്. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അത് എഫ് സി ഓഫ് ഒമേഗയാണ്. ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to infinity എഫ് സി ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നല്ലപോലെ പഠിച്ചു വയ്ക്കുക. ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമുമായിട്ടും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, -1 ഇഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആൻഡ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. സോ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു root of 2 by pi integral 0 to infinity f of x into cos omega x dx. So this is equal to root of 2 by pi. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയാണ്. 0 മുതൽ 1 വരെ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം 1 ആണ്, 1 മുതൽ 2 വരെ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം -1 ആണ്, 2വിനേക്കാൾ മുന്നോട്ട് പോകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 മുതൽ 1 വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്, 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്, പ്ലസ് ഇൻ്റഗ്രൽ 1 മുതൽ 2 വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ആണ്, -1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്, പ്ലസ് 2 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ, എക്സ് ഗ്രേറ്റർ ദാൻ 2 0 ആണ്, അത് എഴുതണമെന്ന് നിർബന്ധമില്ല, 0 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. മൂന്നാമത്തെ ആളെ എഴുതണമെന്ന് നിർബന്ധമില്ല, അതർവൈസ് കണ്ടീഷൻ 0 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ്. 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ എക്സ് തന്നെയാണ്, ഇതിലൊന്ന് എടുത്ത് എഴുതിയിട്ട് ചെയ്യാം. 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റു മൈനസ് ഇൻ്റഗ്രൽ 1 to 2 കോസ് ഒമേഗ എക്സ് ഡി എക്സ്. മറ്റേ 0 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല.
സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π എസ് കോസ് ഒമേഗ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് വെച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സൈൻ ഒമേഗ എക്സ് കിട്ടും. ഡിവൈഡഡ് ബൈ എന്താണ്? ഒമേഗ. ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒമേഗ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അത് നമുക്കറിയാം. മൈനസ് അവിടെ നമ്മൾ അപ്പോൾ തന്നെ ലിമിറ്റ് കൊടുക്കുക, കാരണം ലിമിറ്റ് രണ്ടിടത്തും വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ 0 മുതൽ 1 വരെയാണ് ലിമിറ്റ് വരിക. മൈനസ് ഇവിടെ കോസ് ഒമേഗ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഓവർ ദ ലിമിറ്റ് 1 മുതൽ 2 വരെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് വെച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്, അപ്പോൾ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 1 കൊടുക്കുക. സൈൻ ഒമേഗ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുക. സൈൻ 0 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് ഇവിടെ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 2 കൊടുക്കുക. അപ്പർ ലിമിറ്റ് സൈൻ 2 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ഓക്കെ ആണല്ലോ. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 1 കൊടുക്കുക. സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ഓക്കെ, ഇവിടെ പലരും കാണിക്കുന്നൊരു മിസ്റ്റേക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ്. ഈ ഒരു ബ്രാക്കറ്റ് അത് ഉപയോഗിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും. കാരണം നമുക്കറിയാം മൈനസിന് ശേഷം ഒന്നിലധികം ടേംസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഉപയോഗിക്കണമെന്ന് നമുക്കറിയാം അല്ലേ. മൈനസിന് ശേഷം ഇവിടെ 2 ടേംസ് വരാൻ പോവാണ്, അപ്പോൾ മസ്റ്റായിട്ട് ബ്രാക്കറ്റ് ഉപയോഗിച്ച് അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ 2 ടേംസ് എക്സ്ട്രാ വരികയാണ്. അപ്പം മൈനസിന് ശേഷം ഒന്നിലധികം ടേം വരുമ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ കാര്യം മറക്കരുത്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ, സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് നേരെ ഉള്ളിലേക്ക് വരും. മൈനസ് സൈൻ 2 ഒമേഗ ബൈ ഒമേഗ, മൈനസ് നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുക? സൈൻ ഒമേഗ ബൈ ഒമേഗയും സൈൻ ഒമേഗ ബൈ ഒമേഗയും കൂടെ കൂട്ടാം. 2 സൈൻ ഒമേഗ ബൈ ഒമേഗ വരും. മൈനസ് സൈൻ 2 ഒമേഗ ബൈ ഒമേഗ. എല്ലായിടത്തും കോമൺ ഡിനോമിനേറ്റർ അല്ലേ, കോമൺ ഡിനോമിനേറ്റർ ആണ്, അപ്പോൾ സിംഗിൾ ഫ്രാക്ഷൻ ആക്കാം. നോക്കിയോളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π. സിംഗിൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താണ് വരുന്നത്? ഒമേഗ സിംഗിൾ ഡിനോമിനേറ്റർ ആണ്. സൈൻ ഒമേഗ മൈനസ് സൈൻ 2 ഒമേഗ പ്ലസ് സൈൻ ഒമേഗ എന്ന് വരും അല്ലേ. കോമൺ ഡിനോമിനേറ്റർ ആണ് ഒമേഗ, ബാക്കി മുകളിലെല്ലാവരും കൂട്ടിയാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π. റൂട്ട് ഓഫ് 2/π സൈൻ ഒമേഗയും കൂടെ കൂട്ടിയാൽ 2 സൈൻ ഒമേഗ അല്ലേ, മൈനസ് സൈൻ 2 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ഇസ് ദി റിക്വയർഡ് സൊല്യൂഷൻ. റൂട്ട് ഓഫ് 2/π സൈൻ ഒമേഗയും കൂടെ കൂട്ടി 2 സൈൻ ഒമേഗ മൈനസ് സൈൻ 2 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ വരിക. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് e⁻⁻ax ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഫോർമുലയിലെ 0 to ∞ എന്നുള്ള ലിമിറ്റ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ∞ f of x into cos omega x dx. So this is equal to root of 2/π integral 0 to ∞ f of x എന്ന് പറയുന്നത് e⁻⁻ax by x into cos omega x dx. സോ ഇത് നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു എഫ് സി ഓഫ് ഒമേഗയാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ആക്ച്വലി 3 ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. e⁻⁻ax എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, കോസ് ഒമേഗ എക്സ് ഉണ്ട്, ബൈ എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. 3 ഫംഗ്ഷൻസ് വരുമ്പോൾ ഇൻ്റഗ്രേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ 2 സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ഒമേഗ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. കാരണം ഇവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് ഒമേഗയാണ് എഫ് സി ഓഫ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഒമേഗ നമ്മൾ 2 സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ 2 സൈഡിലും ഒമേഗയുള്ള ആൾക്കാരെ മാത്രമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ആണ് ആക്ച്വലി. ഇപ്പോൾ ഒമേഗ ഉള്ള ആളെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. കൺസിഡറിങ് എക്സ് ആസ് എ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. സോ എഫ് സി ഓഫ് ഒമേഗേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് സി ഓഫ് ഒമേഗ അല്ലേ, എഫ് ഡാഷ് സി ഓഫ് ഒമേഗ ഇൻറ്റു ഒമേഗേൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. √2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻−ax ഒമേഗ ഇല്ല, അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ബൈ എക്സ്. ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളാണ്. ഓക്കെ, കോസ് ഒമേഗയിൽ മാത്രമേ ഒമേഗയുള്ളൂ. അപ്പോൾ കോസ് ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin ഒമേഗ എക്സ് ഇൻറ്റു അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എന്നുള്ളത് എന്താവും, ഒമേഗയുടെ ഡെറിവേറ്റീവ് 1 ആയിട്ട് മാറും, ബാക്കി എക്സ് എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് അവിടെ ഉണ്ടാവും. ശരിയല്ലേ, dx. ഓക്കെ, സോ ഇനി നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം. ഒരു പ്രശ്നക്കാരനായിട്ട് നിന്ന ബൈ എക്സ് നമുക്കവിടെ വെട്ടിക്കളയാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു ഒരു നെഗറ്റീവ് ഉണ്ട്, ആ നെഗറ്റീവ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കുക അല്ലേ, ഒരു മൈനസ് പുറത്ത് കിടക്കട്ടെ, -√2/π എന്ന് നിൽക്കട്ടെ. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു ബാക്കി ഉണ്ടാവുക sin ഒമേഗ എക്സ് dx. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു sin bx എന്നുള്ള റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ചെയ്ത റിസൾട്ടാണ്. ഇൻ്റഗ്രൽ e⁻ax ഇൻറ്റു sin bx ഈക്വൽ ടു e⁻ax ഡിവൈഡഡ് ബൈ a² + b² ഇൻറ്റു a sin bx മൈനസ് b cos bx. ഈ റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഓൾറെഡി നമുക്കറിയാവുന്ന റിസൾട്ടാണ്. ഇനി നിങ്ങൾക്ക് ആക്ച്വലി ഇത് 0 ടു ഇൻഫിനിറ്റി എന്നുള്ള പർട്ടിക്കുലർ ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഉത്തരം വേണമെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ കേസിൽ പഠിച്ചു വെക്കാവുന്നതാണ്. നമുക്ക് ഇത് കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0 ടു ഇൻഫിനിറ്റി e⁻x sin bx എന്നുള്ള ലിമിറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് b/a² + b² എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവുക. നമുക്ക് ഈ ഒരു ഫോർമുല ഇങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം കാണാണ്ട് പഠിച്ചു വെക്കുകയും ചെയ്യാം. എന്തായാലും ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം, കാരണം ലിമിറ്റ് ഇല്ലാത്ത കേസിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റണം, കാരണം പല സ്ഥലങ്ങളിലും അങ്ങനെ വരാറുണ്ട്. ഇനി ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് നേരിട്ട് ഈ ഒരു ലിമിറ്റാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പിന് മാർക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു റിസൾട്ട് നേരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് റെഡ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റിസൾട്ട് വെച്ച് തന്നെ ചെയ്യാനാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറുള്ളത്, മാർക്ക് അനുസരിച്ച്. ഓക്കെ, മാർക്ക് അനുസരിച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നേരിട്ട് ഈ റിസൾട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, കാരണം നമുക്ക് എഫ് സി ഓഫ് ഒമേഗ കിട്ടിയതിന് ശേഷം അവിടുന്ന് നമുക്ക് ഇവിടെ എഫ് ഡാഷ് സി ഓഫ് ഒമേഗയാണ്, അവിടുന്ന് റിവേഴ്സ്ലി എഫ് ഓഫ് ഒമേഗ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടുള്ളത് കൊണ്ട് ഈ ഒരു റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാനവിടെ തൽക്കാലം ഈ ഒരു റിസൾട്ട് ഞാൻ നേരിട്ട് യൂസ് ചെയ്യാണ്. ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് ലിമിറ്റ് കൊടുത്താലും അതേ ഉത്തരം തന്നെ കിട്ടും, 2-3 സ്റ്റെപ്പ് എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു -√2/π ഇൻറ്റു b/a² + b². b എന്ന് പറയുന്നത് ഇവിടെ ഒമേഗയാണ്, അപ്പോൾ ഒമേഗ ഇവിടെ a എന്നുള്ളത് -a ആണ്, -a² ചെയ്യുമ്പോൾ +a² തന്നെ വരും, പ്ലസ് b എന്ന് പറയുന്ന ഒമേഗയാണ്, ω². സോ ഇതാണ് നമുക്ക് ആൻസർ വരിക, -√2/π ω/a² + ω² ആണ് എന്ത്, എഫ് ഡാഷ് സി ഓഫ് ഒമേഗ. എഫ് ഡാഷ് സി ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് എഫ് സി ഓഫ് ഒമേഗ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡെറിവേറ്റീവ് ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകും. ഡെറിവേറ്റീവ് അപ്പുറത്ത് പോയാൽ എന്താവും എന്നറിയാം, ഇൻ്റഗ്രൽ ആവും എന്ന് നമുക്കറിയാം അല്ലേ. ഇഫ് ഡിഫറൻഷിയേഷൻ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻ്റഗ്രേഷൻ ആവും. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ വെച്ചുകൊണ്ട് വേണം നമ്മൾ എഫ് സി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാം. സോ അപ്പോൾ നമ്മുടെ കയ്യിൽ എഫ് ഡാഷ് സി ഓഫ് ഒമേഗ ഉണ്ട്. എന്താണ് എഫ് ഡാഷ് സി ഓഫ് ഒമേഗ? എഫ് ഡാഷ് സി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു -√2/π ω/a² + ω². ω/a² + ω². ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എഫ് സി ഓഫ് ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് സി ഓഫ് ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ ഡെറിവേറ്റീവ് അപ്പുറത്ത് പോകുമ്പോൾ ഇൻ്റഗ്രൽ ആവും അല്ലേ. √2/π ഇൻ്റഗ്രൽ
ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. അതപ്പുറം പോകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലുള്ള ഇൻ്റഗ്രൽ ആവും. ഇത് ലിമിറ്റ് ഇല്ലാത്ത ഇൻ്റഗ്രലാണ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ല. ഓക്കെ, സാധാരണ രീതിയിലുള്ള ഒരു ഇൻ്റഗ്രലാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഒക്കെ ഉണ്ടാവും. ഇനി നിങ്ങൾ നോക്ക്, ഇതിനെ എങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആണ്. ഇങ്ങനെ നിങ്ങളൊരു സംഭവം പഠിച്ചിട്ടില്ലേ, ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. ഇങ്ങനൊരു സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ, ഡിനോമിനേറ്റർ എഫ് ഓഫ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ന്യൂമറേറ്റർ മുകളിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇവിടെ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിനെ ഒമേഗ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരുന്നത്, ഡെറിവേറ്റീവ് ഓഫ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്താ വരുന്നത്, എ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, ഒമേഗ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഒമേഗ അല്ലേ. ഇപ്പോൾ 2 ഒമേഗ നമുക്ക് മുകളിൽ കിട്ടണം. ഓക്കെ, 2 ഒമേഗനെ മുകളിൽ കിട്ടണം. അപ്പോൾ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നോക്കിക്കേ, മൈനസ് റൂട്ട് ഓഫ് 2/π ഞാനൊരു 1/2 കൊടുത്തോണ്ട് ഒരു 2 ഒമേഗ മുകളിൽ കൊടുക്കാൻ പോവാം ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ശരിയല്ലേ? ഇപ്പോൾ 2 വെട്ടിയാൽ പഴയ ആളെ തന്നെ തിരിച്ചു കിട്ടും. ഇനി നിങ്ങൾ നോക്ക്, ഡിനോമിനേറ്റർ ആയിട്ടുള്ള എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവായ 2 ഒമേഗ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ കൊടുക്കാം. ശരിയല്ലേ? ലോഗ് ഡിനോമിനേറ്റർ. ഇനി ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോ, റൂട്ട് ഓഫ് 2/πനെ √2/√π എന്ന് എഴുതുന്നു. 1/√2വിനെ ഞാൻ √2 ഇൻറ്റു √2 എന്ന് എഴുതുന്നു. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ട്, ആൻസർ ലോഗ് മോഡ് ഡിനോമിനേറ്റർ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യണം. ഒരു √2 ക്യാൻസൽ, ദിസ് ഈസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ √π ഇൻറ്റു √2 എന്ത് വരും, √2π ലോഗ് മോഡ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് സി. ഇതാണ് ഫൈനലായിട്ടുള്ള ആൻസർ വരിക. -1/√2π ലോഗ് മോഡ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് സി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് e⁻⁴x. e⁻⁴xൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π integral 0 to infinity f of x into cos omega x dx. So this is equal to √2/π integral 0 to infinity f of x ആരാ, e⁻⁴x into cos omega x dx. ഓക്കെ, ഡയറക്റ്റ് ഫോർമുലയാണ്. ഇൻ്റഗ്രൽ e⁻ax into cos bx dx is equal to e⁻ax divided by a square plus b square into a cos bx plus b sin bx. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഓക്കെ, സോ അല്ലാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാണ്ട് പഠിച്ചു വയ്ക്കാം. ഇതിൻ്റെ ആൻസർ കിട്ടുക 4/16 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് കിട്ടുക. ഈ a/a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മളിത് ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യാം. കാരണം 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് 3-4 സ്റ്റെപ്പെങ്കിലും കാണിക്കാനായിട്ട് വേണം. സോ ഇതൊക്കെ 3 മാർക്കിനാണ് നോർമലി ചോദിക്കാറ്. ദിസ് ഈസ് ഈക്വൽ ടു √2/π എസ് e⁻ax/a² പ്ലസ് ബി സ്ക്വയർ. അപ്പം കമ്പയർ ചെയ്യുക, e⁻⁴x ഇൻറ്റു കോസ് ബി എക്സുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ, കോസ് ഒമേഗ എക്സുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ എന്താണ് വരിക, എ എന്ന് പറയുന്നത് -4 അല്ലേ, എ ഈസ് ഈക്വൽ ടു -4. ബി എന്ന് പറയുന്നത് ഒമേഗ, ബി ഈസ് ഈക്വൽ ടു ഒമേഗ. ഓക്കെ, ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. e⁻ax/a² പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക, e⁻ax, എ എന്ന് പറയുന്നത് -4 ആണ്, -4x/a² എന്ന് പറഞ്ഞാൽ -4ൻ്റെ സ്ക്വയർ 16 പ്ലസ് ബി എന്ന് പറയുന്ന ഒമേഗയാണ്, ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ്, അതായത് -4 കോസ് ഒമേഗ എക്സ്, -4 കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്, ബി എന്ന് പറയുന്ന ഒമേഗയാണ്, പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഓവർ ദ ലിമിറ്റ് 0 മുതൽ ഇൻഫിനിറ്റി. ഓക്കെ, ഓവർ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി.
സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പോൾ e⁻⁻⁴ ഇൻറ്റു ഇൻഫിനിറ്റി e⁻⁻∞ എന്നുള്ളത് 0 വരും. ശരിയല്ലേ? സോ അതുകൊണ്ട് നമുക്ക് അപ്പർ ലിമിറ്റ് പൂർണ്ണമായിട്ടും 0 മാറും. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്തോട്ട് 0 കൊടുക്കണം. e⁻⁻⁴ 1 ആവും ബൈ 16 പ്ലസ് ω² ഇൻറ്റു ഇവിടെ -4 ഇൻറ്റു cos 0 1 ആവും. ഒമേഗ ഇൻറ്റു sin 0 0 ആവും. അപ്പോൾ പ്ലസ് 0 ആണ് വരിക. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഒരു മൈനസും കൂടെ ഇവിടെ ഉണ്ട്. 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് 4 വരും. 1 ഗുണം 4 4/16 പ്ലസ് ω². ഞാൻ ആദ്യം പറഞ്ഞ അതേ ഉത്തരം തന്നെ. റൂട്ട് ഓഫ് 2/π ഇതാണ് FC ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π 4/16 പ്ലസ് ω² ആണ് ആൻസർ വരിക. സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫോർമുല നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻ Fourier cosine transform of f of x equal to π/2 if 0 less than or equal to x less than or equal to 1. ഹെൻസ് ഇവാലുവേറ്റ്. അപ്പോൾ ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹെൻസ് ഡെഡ്യൂസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് Fourier cosine ട്രാൻസ്ഫോമിൻ്റെ സഹായം തേടേണ്ടി വരും. അത് നിങ്ങൾക്കറിയാം. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി sin ω cos ω x/ω dω എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 7 മാർക്കിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ശ്രദ്ധിച്ചിരിക്കണേ. സോ Fourier cosine transform of the function f of x is equal to root of 2/π integral 0 to infinity f of x into cos omega x dx equal to root of 2/π. ഇവിടെ നമുക്ക് ഉത്തരമുള്ള ലിമിറ്റ് 0 മുതൽ 1 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഉള്ള ഉത്തരം π/2. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന π/2 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഈ π/2 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു π/2. കോസ് ഒമേഗ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒമേഗ കൊണ്ട് ഹരിക്കണം. ഓവർ ദ ലിമിറ്റ് 0 മുതൽ 1 വരെ. ഓക്കെ. സോ റൂട്ട് ഓഫ് 2/πനെ ഞാൻ റൂട്ട് 2/√π എന്ന് എഴുതുന്നു. വെറും പൈനെ ഞാൻ റൂട്ട് π ഇൻറ്റു റൂട്ട് π എന്ന് എഴുതുന്നു. വെറും 2വിനെ ഞാൻ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതുന്നു. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയാണ്. കോസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. എക്സിന് 1 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? സൈൻ ഒമേഗ ബൈ ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 0. സൈൻ 0 എന്ന് പറയുന്നത് 0 വരും ബൈ ഒമേഗ. ഓക്കെ. സോ റൂട്ട് 2 ക്യാൻസൽ, റൂട്ട് π ക്യാൻസൽ, റൂട്ട് π/√2 റൂട്ട് ഓഫ് എന്ത് വരും? π/2. റൂട്ട് ഓഫ് π/2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. 0/ω എന്നുള്ളത് 0 ആണ്. സോ ഇതാണ് Fourier cosine ട്രാൻസ്ഫോം എന്ന് പറയുന്നത് FC ഓഫ് ഒമേഗ. FC ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് π/2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗയാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഓക്കെ. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ x/ω dω ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് എന്താണെന്നറിയാം? ഇൻവേഴ്സ് Fourier cosine ട്രാൻസ്ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി FC ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഇൻവേഴ്സ് Fourier cosine ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ FC ഓഫ് ഒമേഗയുടെ പ്ലേസിലോട്ട് നമുക്കിപ്പോൾ കിട്ടിയ ഉത്തരം റൂട്ട് ഓഫ് π/2 സൈൻ ഒമേഗ ബൈ ഒമേഗ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി FC ഓഫ് ഒമേഗയുടെ പ്ലേസിലോട്ട് റൂട്ട് ഓഫ് π/2 സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ റൂട്ട് π/2 ഇങ്ങോട്ട് പുറത്തെടുക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/πനെ ഞാൻ റൂട്ട് 2/√π എന്ന് എഴുതുന്നു. പുറത്തേക്ക് വരുന്ന റൂട്ട് ഓഫ് π/2വിനെ ഞാൻ റൂട്ട് π/√2 എന്ന് എഴുതുന്നു. ബാക്കി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ്
ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗ. റൂട്ട് 2 ക്യാൻസൽ. സോ അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇൻ്റഗ്രൽ ദാണ്ട് ഈ കാണുന്ന ആൾ, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ. അതിൻ്റെ ഉത്തരം എന്തുവാണെന്ന് കിട്ടി നമുക്ക്? എഫ് ഓഫ് എക്സ് എന്നുള്ള ഉത്തരം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് നമുക്ക് ക്വസ്റ്റ്യന് നമ്മുടെ ചോദ്യം തന്നെ ഉത്തരം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നോർമലി അവരങ്ങനെ ചോദിക്കാറില്ലല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗയാണ് വേണ്ടത്. കിട്ടിയ ഉത്തരം എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നോർമലി ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ആളെ തരുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇതൊരു ഇൻ്റഗ്രലിൻ്റെ ഉത്തരമായിട്ടാണ് എഫ് ഓഫ് എക്സ് വരുന്നത്. ഇൻ്റഗ്രലിൻ്റെ ഉത്തരമായിട്ടാണ് എഫ് ഓഫ് എക്സ് വരുന്നത്. അപ്പോൾ ഇതേ എഫ് ഓഫ് എക്സ് തന്നെ ഇങ്ങോട്ടെടുത്ത് എഴുതാമോ എന്നുള്ള ചിന്ത നമ്മളെ സ്വാധീനിക്കേണ്ടിയിരിക്കുന്നു. ഇൻ്റഗ്രലിൻ്റെ ഉത്തരമായിട്ട് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ആൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ. ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ തീർച്ചയായിട്ടും എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ നോട്ട് ഡിഫറൻഷ്യബിൾ, ബട്ട് ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നൊരു കണ്ടീഷനുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഒരു ഇൻ്റഗ്രലിൻ്റെ ഉത്തരമായിട്ട് ആ എഫ് ഓഫ് എക്സിനെ പിടിച്ചങ്ങോട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ചുമ്മാ അങ്ങോട്ട് നോക്കി എഴുതി വെക്കരുത്. അപ്പം ഇഫ് ദർ ഈസ് എ ചാൻസ് ഓഫ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, അതുണ്ടെങ്കിൽ തന്നെ അത് എവിടെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഫംഗ്ഷൻ രണ്ട് ബിഹേവിയർ കാണിക്കുന്ന പോയിന്റ് ഏതാണ്? ഒരു പോയിന്റിന് മുൻപ് ഫംഗ്ഷൻ്റെ ബിഹേവിയർ ഒന്ന്, പോയിന്റിന് ശേഷം മറ്റൊരു ബിഹേവിയർ. അങ്ങനെ സംഭവിക്കുന്ന ഇവിടെ 1 എന്നുള്ള പോയിന്റിലാണ്. എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ π/2 ഒരു ബിഹേവിയർ കാണിക്കുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ മറ്റൊരു ബിഹേവിയർ കാണിക്കുന്നു. ഇനി ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള പോയിന്റ് 1 ആണ്. അപ്പോൾ 1ൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 1ൽ കൂടെ കണ്ടിന്യൂസ് ആണെങ്കിൽ മൊത്തത്തിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി ഈ എഫ് ഓഫ് എക്സിന് ഇതേ ഉത്തരം തന്നെ അങ്ങോട്ട് എടുത്തെഴുതാൻ പറ്റും. അപ്പോൾ 1ൽ ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ആ എഫ് ഓഫ് എക്സും കൂടെ ചേർത്ത് മാത്രമേ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഉത്തരം പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് എഴുതാൻ സാധിക്കത്തുള്ളൂ. ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കത് ഈ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമ്മുടെ ഫംഗ്ഷനകത്ത് ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയുടെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നമുക്കൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വി നീഡഡ് ടു ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് 1. ഓക്കെ, അപ്പോൾ 1ൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ 1ലെ ലെഫ്റ്റ് ലിമിറ്റും 1ലെ റൈറ്റ് ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 1 ഒക്കെ സെയിം ആയിരിക്കണം. അതാണ് നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എ ആയിരിക്കണം. അത് ഉപയോഗിക്കുന്നത് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ വരുമ്പോഴും എഫ് ഓഫ് എക്സ് അറ്റ് എ പോയിന്റ് തരുമ്പോഴുമാണ് എന്ന് നമുക്കറിയാം. അതർവൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ വരുമ്പോൾ ഒരു പോയിന്റിന് മുൻപ് മറ്റൊരു സ്വഭാവം, പോയിന്റിന് ശേഷം ഫംഗ്ഷൻ്റെ സ്വഭാവം മാറുന്നുവെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അത് സെയിം ആവുകയും വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റിന് തുല്യമാവുകയും ചെയ്യുമ്പോൾ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് എയും സെയിം ആകുമ്പോൾ മാത്രമാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ച കാര്യങ്ങളാണ്. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നോക്കാം. അത് ഈക്വൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. അത് പ്രത്യേകിച്ച് അർത്ഥം ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ കുറയുന്നു. എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ കുറയുന്നു. അതാണ്ട് ഈ കണ്ടീഷൻ, എക്സ് ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷൻ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് π/2. സോ ഇവിടെ എക്സ് ഒന്നും ഇല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. സോ ആൻസർ ഈസ് π/2. റൈറ്റ് ലിമിറ്റ് എന്നുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 1 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് 0. അപ്പോൾ ആൻസർ എന്തോ? ഇവിടെ നമുക്ക് എക്സ് ഇല്ല കൊടുക്കാൻ. അപ്പോൾ ആൻസർ എന്താണ്? 0 ആണ് ആൻസർ വരിക. അപ്പോൾ π/2ഉം 0ഉം സെയിം അല്ല. ലെഫ്റ്റ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. π/2 ഈസ് നോട്ട് ഈക്വൽ ടു 0. ലെഫ്റ്റ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്.
Therefore x is equal to 1 is a point of discontinuity. x is equal to 1 എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. x ഈക്വൽ ടു 1 is a point of discontinuity. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണേ, ഇപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ എക്സ് ലെസ് ദാൻ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും തിരുത്തിക്കണം കേട്ടോ. എക്സ് ലെസ് ദാൻ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എഴുതിയപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ആദ്യമേ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയ സമയത്തൊന്ന് തിരുത്തിക്കണം. എക്സ് ലെസ് ദാൻ 1 മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യനകത്ത് കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എങ്കിലും ക്വസ്റ്റ്യൻ എക്സ് ലെസ് ദാൻ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് തിരുത്തിക്കണം. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എക്സ് ഈക്വൽ ടു 1ലെ ഫംഗ്ഷൻ്റെ വാല്യൂ. ആക്ച്വലി എക്സ് ഈക്വൽ ടു 1ലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവർ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. അത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അറ്റ് എക്സ് ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് റൈറ്റ് ലിമിറ്റ് ബൈ 2 അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. ലെഫ്റ്റ് ലിമിറ്റിൻ്റെയും റൈറ്റ് ലിമിറ്റിൻ്റെയും ആവറേജ് എടുത്താൽ മതി. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് പൈ ബൈ 2 പ്ലസ് റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ 2. ആൻസർ പൈ ബൈ 4 കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് പൈ ബൈ 4 ആണ്. ഇനി നമ്മുടെ ഈ ഒരു ഉത്തരം എടുത്തെഴുതുമ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഉത്തരം എടുത്തെഴുതുമ്പോൾ ഈ ഒരു കണ്ടീഷനും കൂടെ ചേർത്ത് വേണം എഴുതാൻ. ഒരു കണ്ടീഷൻ എന്താണ്? പൈ ബൈ 2 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അടുത്തത് പൈ ബൈ 4 ഇഫ് എക്സ് ഈക്വൽ ടു 1. അടുത്തത് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇതാണ് നമ്മുടെ പരിപൂർണമായിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഒരു ഇൻ്റഗ്രലിൻ്റെ ഉത്തരവായിട്ട് എഴുതുമ്പോൾ ഈ കണ്ടിന്യൂറ്റിയും കൂടെ ചെക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. സോറി ഫോർ ദാറ്റ്. ആദ്യമേ ഞാൻ അറിയാണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതിപ്പോയതിന് അത് ഞാൻ ഇപ്പോൾ തിരുത്തുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു. On the way நம்ம ஃப்ரெண்ட்ஸையும் கூப்பிடவா, ஃபுல் ஃபன் மூடில் ஒரு டான்ஸையும் போட்டிடவா.